ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു മത്തങ്ങ അവിയൽ തയ്യാറാക്കാം. മത്തങ്ങയും പച്ചമുളകും തക്കാളിക്ക് മാത്രം ചേർത്ത് നമുക്ക് അവിയൽ തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന കൂട്ടെന്ന് പറഞ്ഞാൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് അരച്ച് കുറച്ചൊന്ന് അരഞ്ഞു വരണം. അവിയലിന് കുറച്ച് തോരനെക്കാട്ടി കുറച്ചും കൂടെ അരയണം. നമുക്കിത് മത്തങ്ങ ആദ്യം തക്കാളിക്കും പച്ചമുളകൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് കുക്കറിൽ വെക്കണമെന്നില്ല, പരന്ന പാത്രത്തിൽ വെച്ചാലും മതി. കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. അവിയലിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. തേങ്ങ കുറച്ച് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ജീരകം, വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ അരച്ചിട്ടുണ്ട്. അരച്ചിപ്പം നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശകലം പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർത്താലും നല്ലതാണ്. നമുക്കിതിൽ കടുക് താളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും. കുറച്ച് നമ്മൾ മിക്സിയും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് സിമ്മിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ യോജിച്ച് വരേണ്ട രീതിയിൽ കുറച്ച് നേരം കൊണ്ടൊന്ന് അടച്ച് വേവിക്കാം. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോറ് പരട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്കിതിൽ കടുക് താളിക്കുന്നില്ല. നമ്മൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മത്തങ്ങ നല്ല എരിശ്ശേരി വയ്ക്കാം, അതേപോലെ പച്ചടി വയ്ക്കാം, അതുപോലെ ഇതുപോലെ അവിയലും വയ്ക്കാം. അപ്പോൾ നിങ്ങളിനി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ദയവായി നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക.